ഇപ്പോൾ ഫേസ്ബുക്കിൽ പണം ലഭിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഇഷ്യൂ ആണ് പ്രൊഫൈൽ ഇഷ്യൂ, കോപ്പിറൈറ്റൊക്കെ. അപ്പോൾ എനിക്കൊക്കെ വന്നിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. എന്തായാലും നമുക്ക് ഇത് കണ്ടോ, ഇത് ഷെയർ ചെയ്തതാണ്, ഒരാൾ ഇട്ട സാധനം നമ്മൾ ഷെയർ ചെയ്തതാണ് നമ്മുടെ പ്രൊഫൈൽ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പറഞ്ഞ മനസ്സിലായി, ബ്ലോക്കല്ല, ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ ആവത്തില്ല. അപ്പോൾ അത് നമുക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കാം. ഈ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ടിൻ്റെയൊക്കെ താഴെ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ എടുക്കുമ്പോൾ റിപ്പോർട്ട് ടെക്നിക്കൽ പ്രോബ്ലം, അതിനകത്ത് നമ്മൾ ടച്ച് ചെയ്തു. അതിനുശേഷം വേറൊരു പേജിലേക്ക് പോകുമ്പോൾ ഇൻക്ലൂഡ്, അതും കൂടെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു വിൻഡോ വന്ന് ഇതിനകത്ത് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ സെലക്ട് ചെയ്യണം. അതായത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് പ്രൊഫൈലെന്ന് കിടക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളൊരു കമൻറ്റ് തയ്യാറാക്കണം. അതായത് എൻ്റെ ഭാഗത്തുനിന്ന് അറിയാതെ വന്നൊരു സംഭവമാണ്, നമ്മുടെ ഇമെയിലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് താഴെ നമ്മുടെ സ്ക്രീൻഷോട്ട്, നമ്മുടെ പ്രൊഫൈലിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫിനിഷ് ചെയ്യാൻ ഒരു കുറച്ച് സമയം എടുക്കും. കാര്യം ഒന്ന് അപ്ലോഡ് ആവാൻ വേണ്ടി അവരുടെ സൈറ്റിലേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ അയക്കുകയാണ്. അങ്ങനെ അയച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കൊടുത്ത മെയിലിൽ ഒരു ഇൻഫർമേഷൻ വരും. അതല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ അത് മാറ്റിത്തരും. ഓക്കെ, അതിന് ടൈം എടുക്കും. ചിലപ്പോൾ നമ്മുടെ വിഷയത്തിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ 10 കോപ്പിറൈറ്റ് കാണും. ആ കോപ്പിറൈറ്റ് ഒഴിവാക്കുന്ന ഒരു വീഡിയോ ഞാൻ വേറെ എണ്ണത്തിനകത്ത് ഇടാം. ഇത് 2 കേസുകൾ ഞാൻ അപ്ലൈ ചെയ്തേക്കുന്ന 2 കേസുകളാണ് നിങ്ങൾ മുമ്പേ കണ്ടത്. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ കാണിക്കാം. നമുക്ക് ഈ ഒരു പ്രൊഫൈലിൽ ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിനകത്ത് നിങ്ങൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വിൻഡോയിൽ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഒരു വിൻഡോ തയ്യാറാക്കണം. അതായത് ഒരു അപേക്ഷ ആപ്ലിക്കേഷൻ ഫേസ്ബുക്ക് ടീമിന് നമ്മുടെ ഇമെയിൽ, ഐഡിയ, ഫോൺ നമ്പർ ഒക്കെ വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി നമ്മുടെ സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം എടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കോപ്പിറൈറ്റ് മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും കോപ്പിറൈറ്റ് മാറ്റുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ ചേർക്കാം. എന്തായാലും വട്ടടിച്ച് പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ. എവിടെ തൊട്ടാലും കോപ്പിറൈറ്റാണ്.